ഓക്കെ, ഇത് നമ്മൾ ഈ കാണുന്ന പുറമേയുള്ള ശരീരം, ഒരു മിനിറ്റ്, ഓക്കെ, പുറമേയുള്ള ഈ ശരീരം, അകമേയുള്ള മനസ്സ്, ഏറ്റവും അകത്തുള്ള ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, ഇതാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് മുഴുവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. ഇതാണ് കർത്താവ് പറയുന്നത്, മുഴുവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഓക്കെ, വേറൊരു കളറിൽ ഞാൻ കൊടുക്കാം. ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും ഈ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടുകയും, ഞാനിതൊരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ, നമ്മുടെ അത്ര ഈസി ആയിട്ട് നമുക്ക് വിവേചിക്കാനൊന്നും പറ്റത്തില്ല. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, ഐ എം ഗിവിംഗ് ആൻ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഈ മനസ്സിന്റെ ശുദ്ധീകരണം, അതായത് ആത്മാവിനോട് എഗ്രി ചെയ്യുന്ന ഒരു മനസ്സ്, ശരീരത്തോടല്ല ആത്മാവിനോട് എഗ്രി ചെയ്യുന്ന ഒരു മനസ്സ്, ദൈവത്തിന്റെ ചിന്തകളോട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് എഗ്രി ചെയ്യുന്ന ഒരു മനസ്സ് എനിക്ക് ഉണ്ടാകുന്നതാണ്, ആ പുതിയ ക്യാരക്ടർ എനിക്ക് ഉണ്ടാകുന്നതാണ് എന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. I become more and more like Christ in my thinking. I want to be like Christ. I am never perfect. പക്ഷെ ഒരിക്കലും പൂർത്തിയായിട്ടില്ല. പക്ഷെ ആ ഒരു വിശുദ്ധീകരണം എന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു വാഗ്ദത്തമായി ഞാൻ പൂർണ്ണതയുള്ളവനുമാണ്. ഈ ശരീരം എന്ന് പറയുന്ന ബലമാണ്, അത് വിശുദ്ധീകരണം എന്ന് പറയുന്നതിന്റെ ആ ഒരു തലം. അതിനകത്ത് ഇപ്പോഴും ബലഹീനമായ അനേകം വശങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടിട്ടുള്ള പോലെ വിചാരങ്ങൾ ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദങ്ങൾക്കെതിരെ പോരാടുന്നത്, ഇങ്ങനൊരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു ശരീരത്തില്. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഈ ശരീരത്തിന് നമ്മുടെ മേലുള്ള ഇൻഫ്ലുവൻസ്, വികാരങ്ങൾക്ക് നമ്മുടെ മേലുള്ള ഇൻഫ്ലുവൻസ്, ആ ബന്ധം, ആ ഗവൺമെന്റ് തകർക്കപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ശരീരത്തെ അതിന്റെ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ അതിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. യു ആർ ഡിനൈയിങ് ദ ഇമ്പൾസസ് ഓഫ് ദ ബോഡി ബൈ ദ പവർ ദാറ്റ് വി റിസീവ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ അകത്ത് നിറയുന്ന ദൈവിക ആനന്ദത്താൽ നമ്മൾ ഈ ശരീരത്തിന്റെ പ്രവൃത്തികളെ ാണ് നമ്മൾ ശരിക്കും ആ വിശുദ്ധീകരണത്തിൽ നടക്കുന്ന ആരാധന. When our body becomes a sacrifice, it becomes acceptable to the Lord. അതുകൊണ്ട് the whole being is purchased. ഇത് മുഴുവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഈ മന്ദിരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അഡൽട്ടറി അത്ര ഭീകരമായ ഒരു പാപമായിട്ട് മാറും. അഡൽട്ടറി affects every part of this temple. That destroys the temple. അത് ദൈവത്തിന് വളരെ ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവം അവന് ലീഗലായിട്ട് റൈറ്റ് ഇല്ലാത്ത ഒരു സ്ത്രീയുമായി കൂടിച്ചേരുമ്പോൾ, അവർ ഒരു ശരീരമായി മാറിക്കഴിയുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ാണ് അതിനെ ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്യം നമ്മൾ ഒരിക്കൽ കൂടി വാക്യത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കൊന്നുകൂടെ അത് വായിക്കാം. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ ഒരു നാൾ വരുത്. അത് ഡോണ്ട് ഗോ ഫോർ ദാറ്റ് വൺനെസ്. വേശ്യയോട് പറ്റിച്ചേരുന്നവനല്ല അവളുമായി അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരം ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഒരു പക്ഷേ നമുക്കത് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാണാം സ്കെച്ച് വഴി. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നല്ലോ. ഒരു കാര്യം നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇത് എന്റെ സ്വന്തം ശരീരമല്ല, എന്റെ ആണ്, പക്ഷെ ഇത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഈ ശരീരത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓണർഷിപ്പ് ഇല്ല. കാരണം ഇഫ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്മേലുള്ള ഓണർഷിപ്പ് ഇല്ല. ആ ഹോൾ ടെമ്പിൾ ബിലോങ്സ് ടു ദ ലോർഡ്. അപ്പൊ അവിടെ എന്റെ ശരീരം കൊണ്ട് ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
ഞാൻ ഇഷ്ടമുള്ള ഡ്രസ് ഇടും, ഞാൻ ഇഷ്ടമുള്ള പറയാം, അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ഡോണ്ട് ബിലോങ് ടു യുവർ സെൽഫ്, യു ബിലോങ് ടു ദി ലോർഡ്. ആ ഓണർഷിപ്പ് ഒന്ന് കൈമാറാൻ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടാലേ പറ്റൂ. അതർവൈസ് വി വിൽ നോട്ട് ട്രാൻസ്ഫർ ദാറ്റ് ഓണർഷിപ്പ്. നമ്മളതങ്ങനെ കൊടുത്തായിട്ടൊക്കെ നമ്മൾ പറയും, എല്ലാം സമർപ്പിക്കുന്ന കർത്താവ്യം, മനസ്സ്, ആത്മാവ്, ശരീരം എല്ലാം പറയും. പക്ഷെ ശരിക്കും നമ്മൾ ആ ഓണർഷിപ്പ് വിട്ടു കൊടുക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് ദാറ്റ് മച്ച് ഓഫ് എ സാങ്ക്ടിഫിക്കേഷൻ, ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ ഇൻവേർഡ്ലി. അതുണ്ടെങ്കിൽ നമുക്കത് യാഗമായി സമർപ്പിക്കാൻ പറ്റുള്ളൂ. സോ വി ആർ ഓൾ running to achieve that functional sanctification where we are increasingly becoming like Christ. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ഓരോ ദിവസവും വളർന്നു വരുന്ന ആ ഒരു പ്രായോഗിക വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ പഠനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊരിന്ത് സഭയിലുള്ള ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കൊരിന്ത് സഭ ശരിക്കും വളരെ സോഷ്യൽ മൊറാലിറ്റിക്ക് താഴെയുള്ള അനേകം പാപങ്ങളെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് കൊരിന്ത് പോലൊരു പട്ടണത്തിൽ അത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ അത് വളരെ തീവ്രമായിട്ട് എങ്ങനെയെങ്കിലും കളങ്കം, ആ ഒരു എന്താ പറയുന്ന ഒരു മാലിന്യം, മഡ് തൂത്ത് കളയാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു, വളരെയധികം വേദനിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ടെമ്പിൾ, നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് നിങ്ങൾ വിചാരിക്കരുത്, അത് കർത്താവിൻ്റെതാണ്, അത് നശിപ്പിക്കുന്നവനെ കർത്താവ് കൈകാര്യം ചെയ്യും. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഇവിടെ പൗലോസ് പറയുന്നു. ഈ വ്യഭിചാരം എന്ന വാക്ക് എന്താണ് എന്ന് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് കാണേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. പുതിയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഈ വണ്ണസ്, അതായത് യൂണിയൻ മാത്രമല്ല. പുതിയ നിയമത്തിലെ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇല്ലെജിറ്റിമേറ്റ് യൂണിയൻ മാത്രമല്ല, ആ യൂണിയന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൂടിയാണ്. ഇഫ് ദർ ഇസ് എ ഡിസയർ ഡയറക്റ്റഡ് ടുവേർഡ്സ് സംവൺ, അതായത് ഈ ശാരീരികമായ യൂണിയന് ലോകത്തിലുള്ള ഏതെങ്കിലും ഭർത്താവല്ലാത്ത ഭാര്യ അല്ലാത്ത തോന്നുന്ന ആകർഷണം, ഹൃദയത്തിൽ തോന്നുന്ന ആകർഷണം ഈ വ്യഭിചാരത്തിന്റെ തന്നെ വേരാണ്. അതും ദൈവത്തിന്റെ സന്നിധിയിൽ ഒഫൻസ് തന്നെയാണ്. അതും ഇതും എല്ലാം ദൈവത്തിന് ഒഫൻസ്. പക്ഷെ ശരീരം ഇൻവോൾവ് ആയി കഴിയുമ്പോൾ ദാറ്റ് മീൻസ് മച്ച് മോർ സീരിയസ്. കാരണം ആ ടെമ്പിളിനെ അത് ബാധിക്കുന്നു. when the body is involved, it affects the whole temple. അപ്പോൾ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോഴേക്കും എവറി ഡിസയർ പുഷിങ് യു ഇൻ ടു എ യൂണിയൻ വിത്ത് ആൻ ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, അതായത് ലെജിറ്റിമേറ്റ്ലി പോസിബിൾ അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിനെയാണ് അഡൽട്ടറി എന്ന് പറയുന്നത്. ഇഫ് യു ഹാവ് എ ഡിസയർ ടുവേർഡ്സ് someone who is not your husband or your wife, you are committed. അത് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം. സെക്ഷൽ ഡിസയറിനെ കുറിച്ചാണ്. സെക്ഷൽ ഡിസയർ, ലസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിലെ വാക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലസ്റ്റ്, ആ ലസ്റ്റിനെ ദൈവം വ്യഭിചാരം, വൺസ് യു ഡെവലപ്പ് ദാറ്റ് ലസ്റ്റ്, നർച്ചർ ദാറ്റ് ലസ്റ്റ്, ഇറ്റ് മീൻസ് യുവർ willfully committing adultery. അതായത് ഒരു പുരുഷനോട് അല്ലെങ്കിൽ സ്ത്രീയോട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പുരുഷനോട് സ്ത്രീയോട് നിങ്ങളുടെ ഉള്ളിൽ ഒരു മോഹം നിങ്ങൾ താലോലിക്കുകയാണെങ്കിൽ അത് ദൈവത്തിനെതിരെയുള്ള വലിയ ഒഫൻസ് ആണ്. നമ്മൾ പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വ്യഭിചാരത്തിൽ വീണ് കഴിയുമ്പോൾ അയ്യോ വീണു പോയതാണ്. അങ്ങനെയൊന്നും ആരും വീണു പോകുന്നതല്ല. ഈ വർഷങ്ങളോളം ഉള്ളിൽ വിടുതലെടുക്കാത്ത ഇങ്ങനെയുള്ള ആ ജഡം തക്ക സമയത്ത് അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ്. If you fall into adultery, you don't fall into adultery, you commit adultery. നിങ്ങൾ ഒരു വ്യഭിചാരത്തിൽ വീഴുന്നതല്ല, വീഴുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിടുതലെടുക്കാത്ത ദുശ്ചിന്തകൾ ഹൃദയത്തിൽ ഓൾറെഡി നടന്നിട്ടുള്ള ആ താലോലിക്കൽ, പാപത്തെ താലോലിക്കൽ കാരണമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ദൈവത്തിന് വളരെ അറപ്പുള്ള കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ വിവാഹം പവിത്രമാണെന്നും വിവാഹത്തിനകത്തുള്ള ബന്ധങ്ങൾ മാത്രമേ കർത്താവ് അംഗീകരിക്കുന്നുള്ളൂ എന്നും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ വൺ മാൻ വിൽ ഓൾവേസ് ഹാവ് ഓൺലി വൺ വുമൺ. അതാണ് ദൈവത്തിന്. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വർഷം എനിക്ക് എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിക്കുന്നത് വ്യഭിചാരമാണെന്നാണ്. കാരണം അതൊരു ഡിസയർ ഉള്ളതുകൊണ്ട്. എനിക്കിത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി.
അപ്പൊ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു വിവാഹത്തിന് മുമ്പ് തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു ആകർഷണം, അത് എന്താ പറയുന്നത്, അതിനെ നമ്മൾ വ്യഭിചാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരം ബിക്കം സോ സിമ്പിൾ. വ്യഭിചാരം ഈസ് മച്ച് മോർ ഡീപ്പർ ദാൻ ദാറ്റ്. അതുകൊണ്ട് പലരും ചോദ്യം ചോദിക്കാറുണ്ട്, എവിടെയെല്ലാം എന്താ ഫാമിലി കോൺഫറൻസ് ഉണ്ടോ, എവിടെയെല്ലാം യൂത്ത് മീറ്റിംഗ് ഉണ്ടോ, എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പ്രേമ വിവാഹം ദൈവം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിന്റെ മറുപടി ഇതിന്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ഈ മാവേലിക്കരയിലുള്ള ഒരു ചർച്ച് എന്നെ വിളിച്ചു, പ്രണയ വിവാഹത്തിനെതിരെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, കാരണം അത് സന്തോഷം. പക്ഷെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്, ഞാൻ അറേഞ്ച്ഡ് മാരേജിനെതിരെ സംസാരിക്കും. അപ്പൊ പുള്ളി പറഞ്ഞു എന്നാ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. ഈ പ്രേമ വിവാഹം എന്തോരം അപകടമാണോ അതുപോലെ തന്നെ അപകടമാണ് അറേഞ്ച്ഡ് മാരേജ്. ഈ പ്രേമവിവാഹത്തെ ഈ ആൾക്കാരെല്ലാം എതിർക്കാൻ കാരണം എന്നറിയോ? ഈ മാതാപിതാക്കളും പാസ്റ്റർമാരും എല്ലാവരും എതിർക്കാനുള്ള കാരണം അറേഞ്ച്ഡ് മാരേജ് നടത്താൻ വേണ്ടിയാണ്. അറേഞ്ച്ഡ് മാരേജ് നടത്തിയാലേ അതേ കാസ്റ്റുള്ള, അതേ വിദ്യാഭ്യാസമുള്ള, അതേ പണമുള്ള, അതേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ വീട്ടിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവന്റെ ഇഷ്ടത്തിന് വിട്ട ചിലപ്പം ഏതെങ്കിലും ജാതിയിൽ നിന്ന് മാർഗം കൂടി വന്ന ആളെയൊക്കെ കെട്ടിക്കളഞ്ഞ, അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഇത് പാപം തെളിയിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ അജണ്ട നടപ്പാവുള്ളൂ. രണ്ടും ദൈവത്തിന് ദേഷ്യം തന്നെ, രണ്ടും തെറ്റാ. അറേഞ്ച്ഡ് മാരേജും തെറ്റാ, ലവ് മാരേജും തെറ്റാ. അങ്ങനെ പറയാമെങ്കിൽ ഓക്കെയാ. കാരണം ഈ ലവ് മാരേജിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല, അത് ജഡമാ തീരുമാനിക്കുന്നത്. യു ഫീൽ അട്രാക്റ്റഡ് ടു എ പേഴ്സൺ. അത് സ്വാഭാവികമായി ദൈവം തരുന്ന ഒരു ചോദന തന്നെയാണ്. പക്ഷെ എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇഫ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾ ഒരാളുടെ പ്രണയം തോന്നുക എന്ന് പറയുന്നത്, അതിന്റെ പേരിൽ ഒരു വിവാഹത്തിലേക്ക് നീങ്ങുക എന്ന് പറയുന്നതിന്റെ കാര്യം ഡിസിഷൻ മേക്കിങ്ങിനെ ആശ്രയിക്കുന്നത് എന്റെ ഫ്ലഷിനെയാണെന്നുള്ളതാണ്. അതാണ് അതിന്റെ പാപം. വാട്ട്സ് അപ്പീലിംഗ് ടു യുവർ ഐസ്, വാട്ട്സ് അപ്പീലിംഗ് ടു യുവർ സെൻസസ്, അതിനെ നിങ്ങൾ ഒരു ഡിസിഷൻ ഉപയോഗിക്കുന്നു, ഒരു തീരുമാനം എടുക്കാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ കണ്ണുകൾക്ക് ആകർഷകത്വം തോന്നുന്നത്, നമ്മുടെ ചിന്തകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കെമിക്കൽ പ്രോസസ്, ആ പ്രോസസ്സിലൂടെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ബ്രെയിൻ ഡിസിഷൻ. ഒരു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് ആത്മാവിന്റെ ഡയറക്ഷനിൽ അല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല, വിശ്വാസത്താൽ അല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ഫെയ്ത്ത് എന്ന് പറയുന്ന എലമെന്റ് ആണ് അവിടെ നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ടത്, നോട്ട് ദ കൺസിഡറേഷൻ ഓഫ് ദ ഫ്ലഷ്. ഫ്ലഷിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അപകടം ചെയ്യും, ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറേഞ്ച് അതേ അപകടം തന്നെയാണ് ചെയ്യുന്നത്. അവിടെയും തീരുമാനങ്ങളെല്ലാം ഫ്ലഷിന്റെ ആണ്. ഒരു അറേഞ്ച്ഡ് മാരേജിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം, ഇവിടെ ഒന്നും ആത്മാവല്ല മഹത്വപ്പെടുന്നത്, കർത്താവല്ല. അവർ വളർന്ന അന്തരീക്ഷം, അവരുടെ പാരമ്പര്യം, അവരുടെ കുടുംബം. അപ്പൊ ആൾക്കാർ പറയും, എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, സഹോദരൻ ബ്രദറെ, ഈ രണ്ടു പേര് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരല്ല കല്യാണം കഴിക്കുന്നത്, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? ഇതൊരു പൊട്ടത്തരമാണ്. ദാറ്റ്സ് എ ലൈ, നോട്ട് സപ്പോർട്ടഡ് ബൈ ദ ബൈബിൾ. ബൈബിളിൽ പറയുന്നത് ഒരുത്തൻ അവന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു, ഭാര്യ പിതൃഭവനത്തെ ഈ പുരുഷന്റെ കൂടെ പോയി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ദേ വിൽ ക്രിയേറ്റ് എ ന്യൂ ഫാമിലി എന്നാ. അതല്ലാതെ ഭർത്താവിന്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും ഒന്നിച്ചിരുന്ന് പുട്ടടിക്കുന്ന പരിപാടിയല്ല വിവാഹം. അവർ തമ്മിൽ ഒന്നിച്ച് ഉള്ള സോഷ്യൽ ഇന്റർകോഴ്സ്, ഒന്നിച്ച് വർത്താനം പറയാൻ പറ്റിയ വിഷയങ്ങൾ, സ്ഥലത്തിന്റെ വില എന്തായി, പ്രോപ്പർട്ടിയുടെ വില എന്തായി, നമ്മുടെ അവിടുത്തെ കാര്യം, ഇങ്ങനെ കോമൺ വിഷയങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. വിവാഹം ദൈവം കൊണ്ടുവരുന്ന ഒരു യൂണിയൻ, ആത്മാവാ യൂണിയൻ കൊണ്ടുവരുന്നത്. ആത്മാവ് യൂണിയൻ കൊണ്ടുവരുന്നതിന് ഭാഷ പോലൊരു പ്രശ്നമില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്രശ്നമില്ല. കാരണം ഇഫ് യു ട്രസ്റ്റ് ദ വോയിസ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിനെ ഏത് തരത്തിലുള്ള യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല, എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കൾ ജഡത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ജഡത്തിലുള്ള തീരുമാനം എടുക്കുമ്പോൾ കുറ്റം പറയാൻ പോരുത്. ആ പിള്ളേരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. പ്രാർത്ഥിച്ച കർത്താവ് കാണിച്ചു തരുന്ന ആൾ ആരാണെന്ന് കണ്ടെത്താൻ അവരെ പഠിപ്പിക്കണം. അതിനകത്ത് ജഡത്തിന്റെ കൺസിഡറേഷൻ ഇല്ലാതെ ആ ശരീരത്തിന്റെ വികാരങ്ങളെ ക്രൂശിച്ച് ജീവിക്കുന്ന സ്പിരിച്വൽ ലിവിങ് എന്താണ്, മെച്യൂരിറ്റി എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് പിള്ളേർ മനസ്സിലാക്കണം. പ്രായമായവർ മനസ്സിലാക്കിയെങ്കിലേ പിള്ളേർ മനസ്സിലാക്കുള്ളൂ. So we cannot equate one to adultery and one to acceptable norm. നമ്മൾ ഈ അറേഞ്ച്ഡ് മാരേജ് അക്സെപ്റ്റബിൾ നോം ആയതുകൊണ്ട് ഇന്നും ക്രിസ്ത്യാനിറ്റിയിൽ ജാതി വ്യവസ്ഥയും ഈ വർഗബോധവും ഒക്കെ ഉണ്ടാകുന്നു. ഇഫ് ദാറ്റ് ഈസ് ബ്രോക്കൺ, നമ്മൾ ഒരു ശരീരമായി തീരും.
ആ ഒരു ശരീരമായി തീരാൻ നമുക്ക് സാധിക്കാത്ത പ്രധാനപ്പെട്ട കാര്യം ഈ മാനിപ്പുലേഷനാണ്. ഓക്കെ, അത്രയും പറഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നുന്നല്ലേ. അപ്പൊ നമ്മൾക്ക് പരിജ്ഞാനത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലുക്ക് അൺ ടു ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് തന്നെയാണ്. ഞാനിത് പറയുന്നത് എനിക്ക് വ്യക്തമായി അക്കാര്യത്തിൽ എന്റെ ലൈഫിൽ തന്നെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. ബിക്കോസ് ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ലീഡ് യു ടു ദ കറക്റ്റ് പേഴ്സൺ. ഈ കറക്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റ് പേഴ്സൺ ഡസ് നോട്ട് മീൻ ദാറ്റ് വി ക്യാൻ എഗ്രി വിത്ത് ദാറ്റ് പേഴ്സൺ ഓൺ എവരിത്തിങ്. അങ്ങനെയല്ല. അതല്ല ദൈവം തരുന്ന കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. ദൈവം ഒരു കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ. ദാറ്റ്സ് ഗോഡ്സ് വർക്ക്, ദാറ്റ്സ് നോട്ട് ഹ്യൂമൻ വർക്ക്. കർത്താവ് കൊണ്ടുവരുന്ന ഒരു യൂണിറ്റി, അത് അതിനു വേണ്ടി കാത്തിരിക്കണം. നമുക്ക് ഈ ജഡത്തിലുള്ള യൂണിറ്റി ഈസ് ഈസിയർ, അത് ഒരേപോലുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഈസിയർ. പക്ഷെ കർത്താവ് ഒരു യൂണിറ്റി കൊണ്ടുവരും. ദാറ്റ് വിൽ ടേക്ക് സം ടൈം. സന്ദർഭവശാൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും വിവാഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഓർത്തോ ദൈവം അത് അറേഞ്ച് ചെയ്തതാണ് എന്ന് വിചാരിച്ചോ. കാരണം ഓൾ മാരേജസ് വൺസ് യു ബിക്കം വൺ ബോഡി ഇറ്റ്സ് അപ്രൂവ്ഡ് ബൈ ഗോഡ്. പിന്നെ അവിടെ ഉള്ളത് പരസ്പരമുള്ള വിശദീകരണം മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അതർ വേ. സോ ഇഫ് യു നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ ആ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും കർത്താവിന്റെ പെർഫെക്ഷനിലേക്ക് പോകാനും ഉള്ള കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ എപ്പോ വരുന്നോ, കർത്താവ് ആ ഒരു മാരേജിനെ എത്ര വലിയ പ്രതിസന്ധിയിലും പെർഫെക്റ്റ് ആക്കിക്കൊള്ളു. ഗോഡ് ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ 6-ാം അധ്യായത്തില് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ വ്യഭിചാരം എന്ന വിഷയം. ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ സഹോദരങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ തീരുമാനം, അത് കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജോലിയുടെ കാര്യമായാലും എഡ്യൂക്കേഷന്റെ കാര്യമായാലും എന്തിന്റെ കാര്യമായാലും ആത്മാവിന്റെ ശബ്ദങ്ങൾ കേൾക്കുവാൻ അവരെ നമ്മൾ പരിശീലിപ്പിച്ചാൽ they will not fall into trouble. അത് ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പറയാണ്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഓക്കെ, ഇനി നമുക്ക് 7-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. നമ്മൾ 6-ാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ബാക്കി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള, വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില വാക്യങ്ങൾ 7-ാം അധ്യായത്തിലുണ്ട്. നമ്മളിത് മുഴുവൻ തീർക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല ഇന്ന്. ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, അത് കർത്താവ് പറഞ്ഞ പോലെയാണ്. ഈ കുറെ കാര്യങ്ങൾ ഈ കൊരിന്ത സഭക്കാർ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഈ കല്യാണത്തെ കുറിച്ച് എഴുതി ചോദിച്ചിട്ടുണ്ട് പൗലോസിനോട്. അപ്പം ആ സംഗതികളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെയാണ് വിവാഹത്തിന്റെ സ്ഥിതി നിങ്ങളുടെ ഇടയിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതിനാണ് ഭേദം. അത് കർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സ്ത്രീകൾ ഒരു ദിവസം ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ സ്ത്രീ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? ഉടനെ കർത്താവ് പറഞ്ഞു, ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവർ ഒരു ദേഹമായി, അവർ ഉപേക്ഷിക്കാൻ പാടില്ല, അവർ ഒരു ശരീരമായി തീരും, ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെ ഒരിക്കലും ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്ന ഭേദം. എന്നെ അത് വളരെ അത്ഭുതപ്പെടുത്തി. കാരണം ശിഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിച്ചോളാം ഞങ്ങളോട് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചുകൂടെ? അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങള് ശിഷ്യന്മാര് പറയുക, എന്നാ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്ന ഭേദം. സ്ത്രീകളെ കുറിച്ചുള്ള നിന്റെ കൽപ്പന ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന ഭേദം എന്നപ്പോ കർത്താവ് പറഞ്ഞു, അത് തന്നെയാ ഭേദം. നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതന്നെ നല്ലത്. കാരണം കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിക്കുന്നതിനേക്കാളും, കല്യാണം കഴിച്ചിട്ട് ഇമ്മോറൽ ആക്ടിവിറ്റി പോകുന്നതിനേക്കാളും, കല്യാണം കഴിച്ചിട്ട് മടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ്. അതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ എഴുതി അയച്ച സംഗതികൾ ഓർക്കുമ്പോൾ എന്റെ അഭിപ്രായം ഞാൻ പറയാം, സ്ത്രീയെ തന്നെ തൊടാൻ പോകാതിരുന്നു. അവിടെ എല്ലാം നിങ്ങൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 2-ാം വാക്യം പറയാണ്, എങ്കിലും പെർമിഷനായിട്ട് ഞാൻ പറയുവാണ്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടാകട്ടെ. ഓരോരുത്തരും സ്വന്തം ഭാര്യമാരല്ല, ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടാകട്ടെ. ഞാൻ ഇത് എടുത്ത് എന്തിനാ പറയുന്നത്? ഈ ബഹുഭാര്യാത്വത്തിനെതിരെയാണ് ബൈബിൾ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ അന്ത്യകാലത്ത് എല്ലാ തരം ദുരുപദേശങ്ങളും വരുന്നുണ്ട്. ഇപ്പോഴും അമേരിക്കയിൽ പല ഗ്രൂപ്പുകളും ബഹുഭാര്യാത്വം പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഈ കേരളത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ബഹുഭാര്യാത്വത്തിന് ബൈബിൾ എതിരല്ല എന്നുള്ള ചില പഠിപ്പിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു പറയുന്നത്, നാളെ ഇതേ സാധനങ്ങൾ വരാം. കാരണം അന്ത്യകാലത്ത് എന്തിന് ലൈസൻസാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ
ഹൃദയം ഇവിടെ പറയുന്നു, ഒരു ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിനും കടംപെട്ടിരിക്കുന്ന ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ദേ ഹാവ് റെസ്പോൺസിബിലിറ്റി ഇൻ ദെയർ ബോഡി ടുവേർഡ്സ് ഈച്ച് അതർ എന്നുള്ളതാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ശാരീരികമായ കടമകളെ കുറിച്ച് പൗലോസ് പറയാണ്, ആ കടമകൾ അവർ നിർവഹിക്കണം. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അധികാരം. അതായത് പരസ്പരം ദൈവം ഒന്നാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശരീരത്തിന്മേൽ അധികാരമുണ്ട്. So they have perfectly become one. A marriage brings two people together and makes them one. അവർക്ക് എല്ലാ അർത്ഥത്തിലും പരസ്പരം they own each other. അത് ദൈവത്തിന്റെ വലിയ ഓണർഷിപ്പിന്റെ കീഴിൽ തന്നെയാണ്. പക്ഷെ പരസ്പരം അവർ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ശാരീരികമായിട്ട്. 5-ാം വാക്യം പറയാണ്, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതമല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കുന്നത് നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. ഈ വാക്യം വെച്ച് പലരും പറയാറുണ്ട്, സ്ത്രീയും പുരുഷനും അകന്ന് ജീവിക്കാനേ പാടില്ല. ഇപ്പൊ ജോലി ഗൾഫിൽ പോകുന്നു, സഹോദരിമാർ ഇവിടെ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്, ഇത് വേർപെട്ടിരിക്കുന്നത് ശരിയാണോ? ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. പക്ഷേ അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞൊരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ചേർന്നിരിക്കണം എന്നാ പറയുന്നത്. അത് ഒരു ഭാര്യയും ഭർത്താവും ജിതേന്ദ്രിയരായിരിക്കുന്നുവെങ്കിൽ, അതായത് ഇന്ദ്രിയങ്ങളുടെ മേലെ അവർക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ഫോൾ ഇൻ ടു സിൻ. അതാണ് ഏറ്റവും പ്രധാനം. അഴലുന്നതിനേക്കാൾ നല്ല വിവാഹം കഴിക്കുന്നതാണ്. ഏതെങ്കിലും അജിതേന്ദ്രിയത്വം എന്നൊരു അപകടം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താമസിക്കണം. കാരണം അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ജോലി പോയാൽ പോട്ടെ. If there is a case of moral diversion അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് കോംപ്രമൈസ് ഓൺ ദ ജോബ്. ജോലി വിട്ട് നഷ്ടം സഹിച്ച് ആയാലും ഒന്നായിട്ട് ജീവിച്ചേ പറ്റൂ. കാരണം അജിതേന്ദ്രിയത്വം ഏറ്റവും വലിയ അപകടമാണ്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. വേർപെട്ടിരുന്നാലും ഇത് സംഭവിക്കരുത്. അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാൻ ഇട കൊടുക്കരുത്. If you don't have victory over sexual things, you should never separate from your wife even for a day. അവിടെയും പാപം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മെയിൻ ഭാഗം. ഓക്കെ, ഞാൻ ഇത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. അതാണ് കമാൻഡ്മെന്റ്. ഇതൊരു എന്താ പറയുക, അറേഞ്ച്മെന്റ് ആയിട്ടാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ മാറിയിരിക്കുമ്പോൾ അത് നിങ്ങളുടെ അറേഞ്ച്മെന്റ് ആണ്. ബട്ട് ജിതേന്ദ്രിയത്വം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അജിതേന്ദ്രിയന്മാരായി പോയി കഴിഞ്ഞാൽ, അതായത് ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്ത ആളുകളാണെങ്കിൽ വിവാഹം ആകരുത്, നമ്മൾ പാപത്തിലേക്ക് പോകരുത്, വേറൊരു പാപാവസ്ഥയിലേക്ക് വീഴാൻ ഇടവരരുത്. തീർച്ചയായിട്ടും ലീവ് ആസ് വൺ. ജോലി പോയാൽ പൊക്കോട്ടെ, അതല്ല കാര്യം. അതിനേക്കാളും പ്രധാനം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വീണ്ടെടുപ്പാണ്. ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് നമ്മൾ വില കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊരു കൽപ്പനയായിട്ട് പറയല്ല. അജിതേന്ദ്രിയത്വം ഒരു പാപമാണ്. അതായത് ഇന്ദ്രിയങ്ങളുടെ മേൽ കൺട്രോൾ ഇല്ലാതെ പോകുന്നത് നമ്മളെ വലിയ ഗുരുതരമായ പാപങ്ങളിലോട്ട് നയിക്കും. അവിടെ ഒരു കൽപ്പനയുണ്ട്, യു ഷുഡ് ബി സെൽഫ് കൺട്രോൾ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൽപ്പനയുണ്ട്. എന്നാൽ ഇവർ ഒന്നിച്ച് താമസിക്കുന്ന കാര്യത്തിൽ ഈ ഒരു കോംപ്രമൈസ് വരുന്നില്ല എങ്കിൽ ദേ ക്യാൻ ഡിസൈഡ്. അത് ഒരു കൽപ്പനയായിട്ടല്ല പൗലോസ് പറയുന്നത്. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത് ഇതും കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ട് പറയുന്നതാണ്. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ അതിനർത്ഥം പൗലോസിന് യാതൊരു എൻകംബ്രൻസസും ഇല്ല, ഒരു ബാധ്യത ഇല്ലാത്ത ആളാണ്. നമ്മള് പൗലോസ് കല്യാണം കഴിച്ചിരുന്നാണെന്നൊക്കെ പല ചോദ്യങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ഉത്തരം അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാനിപ്പം യാതൊരു പ്രാർത്ഥനയിൽ ഫുള്ളായിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നില്ല. സോ എന്നെ പോലെ നിങ്ങളും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. അപ്പം ചില ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള വരം, ചില ആളുകൾക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള വരം. ഇത് രണ്ടും ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മുടെ ഇടയിൽ ആരെങ്കിലും വിവാഹം കഴിക്കുന്നില്ല, ഞാൻ കർത്താവിന് വേണ്ടി വേർപിരിഞ്ഞ് ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട. അതൊരു കൃപാവരമായിരിക്കാം. വി ഷുഡ് എൻകറേജ് സച്ച് പീപ്പിൾ ഓൾസോ. പക്ഷെ അതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരാണെന്ന് വിചാരിക്കരുത്. അതായത് കൃപാവരം അനുസരിച്ച് ജിതേന്ദ്രിയന്മാരാണ് എന്ന് കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിക്കാൻ, ആസ് എ സിംഗിൾ മാൻ ഓർ എ വുമൺ.
ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ സത്യത്തിൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു, വിവാഹം ഒന്നും കഴിക്കണ്ട, ഇങ്ങനെ കർത്താവിന്റെ ഒരു മിനിസ്ട്രിയുമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകാം. അപ്പൊ സഹോദരങ്ങൾ കൂടി ചേർന്ന് ഈ കാത്തലിക്സിനൊക്കെ ഓർഡറുകളുള്ള പോലെ ഒരു ബ്രദേഴ്സ് ഓർഡറുകളെല്ലാം ഉണ്ടാക്കി അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് പോകാന്ന് പറയുന്ന പ്രോബ്ലംസ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു. പക്ഷെ കർത്താവിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഇനി ഇൻ കേസ് ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണ് വിവാഹം കഴിക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു കമ്പൽ ഹിം ടു മാരി. അതിന്റെ ആവശ്യമില്ല. കാരണം പക്ഷെ അവൻ സെൽഫ് കൺട്രോൾ ഉള്ളവനാണ് എന്ന് സഭയ്ക്ക് ഉറപ്പ് പറഞ്ഞു. ഈ സഭ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഓർഗനൈസേഷൻ അല്ല. ആത്മീകമായ എല്ലാ വിഷയങ്ങളിലും ഈ സഭയ്ക്ക് ഒരു കണ്ണുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ വിവാഹം കഴിക്കുന്ന ഒരു കൃപാവരമാണ്, വിവാഹം കഴിക്കാതിരിക്കുന്ന ഒരു കൃപാവരം. അപ്പൊ ഓരോ രീതിയിലും കൃപ. അപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ നല്ല കൃപ വേണം. അത് കല്യാണം കഴിച്ച എല്ലാവർക്കും അറിയാൻ, കല്യാണം കഴിക്കണമെങ്കിലും നല്ല കൃപ വേണം. തന്നെയുമല്ല, ഈ വിവാഹ ജീവിതം വിശുദ്ധീകരണത്തിന് വളരെ പ്രധാനവുമാണ്. നമ്മൾ ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകാനും ഒക്കെ നമ്മുടെ കൂടെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ തികഞ്ഞവരാകുന്നത്. ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെയും കൃപാവരം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. 8-ാം വാക്യം, വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ വാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരെ നിങ്ങൾ വിധിക്കണ്ട. വിധവമാരായാലും അങ്ങനെ തന്നെ പൗലോസിനെ പോലെ കഴിയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ തന്നെ. ഇതിൽ പൗലോസിന്റെ ഒരു അഭിപ്രായമായിട്ടാണ് പറയുന്നത് കേട്ടോ. ബിക്കോസ് ഹി സ്പീക്കിംഗ് ഫ്രം ഹിസ് ലൈഫ്, ഈസ് നോട്ട് സ്പീക്കിംഗ് ഫ്രം ദ ഓറക്കിൾ, ഹി സ്പീക്കിംഗ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. പൗലോസ് അവന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ പോലെ ആയിരിക്കുന്ന നല്ലത്. കാരണം ഹീസ് എൻജോയിങ് ദാറ്റ് ലൈഫ് എന്നതിനർത്ഥം. ഹീസ് എൻജോയിങ് ദ ലൈഫ് ഓഫ് എ സെലിബ്രേറ്റ്. അതായത് വിവാഹം കഴിക്കാത്ത ആ ലൈഫ് പൗലോസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിവാഹം കഴിച്ച ആൾക്കാർ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ വേണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കരുത്. കാരണം നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഓക്കെ. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിൽ അവർ വിവാഹം ചെയ്യട്ടെ. അഴലുന്നതിനേക്കാൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലത്. ഇതൊരു വലിയ ഫാക്ടറാണ്. ഈ അഴലുക എന്ന് പറഞ്ഞാൽ ഉഴന്നു നടക്കുക. ഇപ്പം വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വേദന വരുമ്പം, പ്രായമാകുമ്പം there will be someone to share our burden എന്നുള്ളതാണ്. എ ഷോൾഡർ ടു ഹാങ് ഓൺ. ഒരു തോള്. ഒരു വേദനയിൽ പരസ്പരം ആശ്വസിപ്പിക്കാൻ, നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ, നമ്മളൊരു ബലഹീനതയിൽ ഇരിക്കുമ്പോൾ ആശ്വാസം, ഒരു കൂട്ട്, ഒരു തുണ. അതുകൊണ്ടാണ് ദൈവം ആദമിനെ ഹൗവയെ കൊടുത്തത്. അപ്പൊ നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് ഒരു പെർഫെക്ഷൻ പ്രയാസമാണ്. പ്രയാസം എന്നല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് എപ്പോഴും ആ കർത്താവിന്റെ പെർഫെക്ഷനിലേക്ക് പോകാൻ ഒരു വിവാഹത്തിലൂടെ ദൈവം നമ്മളെ പലപ്പോഴും അനുവദിക്കും. ടു പ്രൂൺ us. ഓക്കെ. ഇത്രയും കാര്യങ്ങള് പൗലോസ് പറയുന്നത് പൗലോസിന്റെ സ്വന്തം അഭിപ്രായം ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം പൗലോസിന്റെ സ്വന്തം അഭിപ്രായമാണ്. എക്സെപ്റ്റ് വൺ തിങ്, ജിതേന്ദ്രിയത്വം, അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പാപം ഉണ്ടാകാൻ പാടില്ല, ദൈവത്തിന് വിരോധമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ, കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണ്ടയോ, എപ്പോൾ ഒന്നിച്ചിരിക്കണോ 2 ദിവസം മാറിയിരിക്കണോ, ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ക്യാരക്ടറിന് കോംപ്രമൈസ് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാറിയിരിക്കാൻ പാടില്ല. നമ്മുടെ ചിന്ത മാറിപ്പോകുന്നുണ്ട്, നമ്മുടെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ട്, നമ്മൾ പാപത്തിലേക്ക് വഴുതുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വേർപിരിഞ്ഞിരിക്കാൻ പാടില്ല. ഇതിനകത്തെല്ലാം ആ മോഡിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ജിതേന്ദ്രിയത്വം, ദൈവത്തെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്ന അവസ്ഥ, വ്യഭിചാരം പോലുള്ള മാരക പാപങ്ങൾ നമ്മൾ ഉള്ളിൽ വരാതിരിക്കാനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്. ഇതെല്ലാം പൗലോസ് പറയുന്ന പൗലോസിന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഹൗ ഹി ഫോട്ട് ആൻഡ് ഓവർകെയിം സിൻ എന്നുള്ളതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. ഇനി ഇത് തീർത്തും അപ്പോസ്റ്റൽ. ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് ബൈൻഡിങ് ഓൺ us. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്താണത്? ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. തിരിച്ചു അതും പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇനി അഥവാ പിരിഞ്ഞു എന്ന് വരികിലോ, ചിലപ്പം തല്ലും അടിയും ബഹളവും ഇടിയും കഷ്ടതയും ഒക്കെ ആയിട്ട് രക്ഷയില്ലാത്ത അവസ്ഥ വന്നു വിചാരിച്ചോ. പിരിയേണ്ടി വന്നു, പിരിഞ്ഞു എന്ന് വരികിലോ, വിവാഹം കൂടാതെ പാർക്കണം.
ആഫ്റ്റർ ഡൈവോഴ്സ് ദർ ഇസ് നോ റീമാരേജ്. അത് ഒരിക്കലും പറ്റില്ല. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീ. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിന്ന് വരാം, അല്ലെ ഭാര്യ ജീവനെ പേടിച്ച് ചിലപ്പം ഭർത്താവിന്റെ ക്രൂരമായ പെരുമാറ്റങ്ങൾ കാരണം ചിലപ്പം രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് നിന്ന് വരാം, സ്വന്തമായ ജീവിതം ജീവിച്ചെന്ന് വരാം. പക്ഷേ ഓൾവേസ് റിമെമ്പർ, വേറൊരു ഇത് കർത്താവ് തന്നെ പറയുന്നതാണ്, വേറൊരു പുരുഷനില്ല. വിവാഹം കൂടാതെ അവർ പാർക്കണം. മാത്രമല്ല കല്യാണം കഴിച്ചുള്ള ഒരു ജീവിതം വേണമെന്ന് തോന്നുവാണെങ്കിൽ ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലണം. നോ അതർ മാൻ, നോ അതർ വേ. അതുകൊണ്ട് റീമാരേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബൈബിളിൽ ഇല്ല. അത് കർത്താവ് തന്നെ പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഭർത്താവിനോട് അത് തന്നെയാ പറയുന്നത്. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരമാണ് ചെയ്യുന്നത്. If you divorce your wife, you are committing adultery. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചാലും വ്യഭിചാരം ചെയ്യുന്നു. So it's so strict. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കർത്താവ് പറയുന്ന കാര്യമാണ്. വൺസ് മാരീഡ്, അതിനകത്തുനിന്ന് ആർക്കും രക്ഷയില്ല. വേർപിരിഞ്ഞ് താമസിച്ചാൽ പോലും വേറൊരു കല്യാണമില്ല. യു ഹാവ് ബിക്കം വൺ ബോഡി ആൻഡ് യു റിമെയിൻ വൺ അണ്ടിൽ വൺ ഓഫ് യു പാസ് അവേ. ഒരാൾ മരിക്കുന്നവരെ അത് അങ്ങനെ തന്നെ തുടർന്നേ പറ്റുള്ളൂ. 12-ാം വാക്യം പറയാണ്, എന്നാൽ ശേഷമുള്ളവരുടെ കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ, ഭാര്യ അവിശ്വാസിയാണ്, ഞാൻ നിന്റെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവിശ്വാസിയായ അന്നത്തെ ഒരു പ്രശ്നമാണ്, ഇന്നത്തെ ഒരു പ്രശ്നമാണ്. അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടാകാം, അവിശ്വാസിയായ ഭാര്യ ഉണ്ടാകാം. അവർ നിങ്ങളോട് പാർക്കാൻ അവർക്ക് സമ്മതമാണെങ്കിൽ അവർ ഉപേക്ഷിക്കരുത്. ഇനി പാർക്കാൻ സമ്മതമല്ല, ഉപേക്ഷിച്ചു, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത്. ആ ആളെ തന്നെ ഭാര്യയായിട്ട് കണ്ടോണം, ആളെ തന്നെ ഭർത്താവായിട്ട് കണ്ടോണം. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നവരെ, ഒരാൾ മരിക്കുന്നവരെ വേറൊരു വിവാഹം പറ്റും. ബിക്കോസ് മാരേജ് ഹാപ്പൻസ് ഓൺലി വൺസ്. ഒരിക്കൽ നടക്കുന്നുള്ളൂ. മരണത്താൽ മാത്രമേ അത് വേർപെടുകയുള്ളൂ. വേറൊരു കാരണവശാലും വേർപെടുകയില്ല. ഇനി അടുത്ത വാക്യം ഇത്തിരി വ്യാഖ്യാനിക്കാൻ പ്രയാസമുള്ള വാക്യമാണ്. പക്ഷെ അത് നമ്മൾ രക്ഷയുടെ കോണ്ടെക്സ്റ്റിൽ അതിനെ കാണേണ്ട കാര്യമില്ല. 14-ാം വാക്യം, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. ദാറ്റ്സ് ഓൺലി എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് നമ്മള് ഒരു ആത്മീക ജീവിതത്തില് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കാൻ അവർക്ക് പറ്റും. ഭാര്യ സബ്മിഷനോടുകൂടി ഭർത്താവിന് മുമ്പിൽ അനുസരണത്തോടുകൂടി ദൈവഭയത്തോടുകൂടി ജീവിച്ചാൽ വചനം കൂടാതെ തന്നെ ഭർത്താക്കന്മാർക്ക് കർത്താവിനെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചു ആ ലൈഫിലൂടെ കർത്താവിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. വിറ്റ്നസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലാണ്. അത് ഞാനിത് ഇങ്ങനെയാണ് കാണുന്നത്. ഇത് പൗലോസ് പറയുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. ഐ എം നോട്ട് എക്സിജിറ്റിംഗ്. കാരണം ഇതിനകത്ത് ഒരു എക്സിജിസ് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റേതായ ഒരു ആശയം ഇതിനകത്ത് കടത്തുകയാണ്. അത് ബൈബിളായിട്ട് വിചാരിക്കരുത്. ദാറ്റ്സ് ഓൺലി മൈ ഒപ്പീനിയൻ. ഈ വാക്യത്തെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങൾ കാണണം നിർബന്ധമില്ല. ബിക്കോസ് എന്റെ ഒപ്പീനിയൻസ് ഒന്നും ബൈൻഡിങ് അല്ല. ബൈബിൾ മാത്രമാണ് നമ്മുടെ മേൽ ബൈൻഡിങ്, അതായത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചെയ്സ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര അതോറിറ്റി ഒന്നുമില്ല. എങ്കിലും ഞാൻ എന്റെ ഒരു ആശയം പറയാം. അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ, ഭാര്യ ഉണ്ടെന്നിരിക്കട്ടെ, അവർ നിങ്ങളുടെ നടപ്പിനാൽ വിശദീകരിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ മറ്റേ ആളുടെ ഉള്ളിലുള്ളവരെക്കാളും വലുതാണ്, വലിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസിയായ ഒരു സ്പൗസ് അല്ലെങ്കിൽ ഭാര്യ അല്ലെ ഭർത്താവിനെ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കർത്താവ് ലോകത്തെ മുഴുവൻ നിങ്ങളെ വീണ്ടെടുത്തവനും നിങ്ങളെ നടത്താൻ കഴിവുള്ളവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ താമസിക്കുന്നോ, ഏതു വീട്ടിലും
നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർക്ക് ഒരു വിശുദ്ധീകരണമേ ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾ അശുദ്ധരായി പോവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളും അശുദ്ധിയിലേക്ക് പോവുകയില്ല, അവരെല്ലാം കർത്താവിനെ അറിയുകയുള്ളൂ. ബിക്കോസ് ആ ഒരു പവർ, ആ ഒരു ജീവിക്കാനുള്ള ശക്തി, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ വന്നില്ലല്ലോ, വരും. ഗോഡ് വിൽ അറ്റ്ലീസ്റ്റ് ഷോ ദം ഹു യു ആർ. നിങ്ങൾ ആരാണ് ദൈവം അവർക്ക് വെളിപ്പെടുത്തും, ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെടുത്തും. അപ്പൊ കുഞ്ഞുങ്ങൾ അവർക്ക് സ്വന്തമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു വീട്ടിലെ ഭാര്യ വിശ്വാസി, ഭർത്താവ് അവിശ്വാസി എന്ന് വിചാരിച്ചു. അപ്പൊ കുഞ്ഞുങ്ങൾ അവരെ വിശ്വാസികളെ തന്നെ പരിഗണിക്കണം. കാരണം ആ ഒരാളുടെ വിശ്വാസം മതി ആ വീട്ടില്. ആ വിശ്വാസം ഈ കുഞ്ഞുങ്ങള് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ പരിഗണിക്കണം. അവർ വീണ്ടും ജനിച്ചവരൊന്നും അല്ല, അവരുടെ കാര്യത്തിൽ നമുക്ക് വേറെ യാതൊരു അഷുറൻസും ഇല്ല. പക്ഷെ ദ ചർച്ച് ട്രീറ്റ്സ് ദം ആസ് പാർട്ട് ഓഫ് ദം. ചർച്ച് അവരെ ആ സഭയുടെ ഭാഗമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്, മെമ്പേഴ്സ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ മെമ്പേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെ ഒരു ഫുൾ മെമ്പർഷിപ്പ് അല്ല, ബട്ട് സഭയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ തിരിച്ചും അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടു. അതിന് അനേകം എക്സാമ്പിൾസ് നമ്മുടെ ജീവിതത്തിലുണ്ട്, ചുറ്റുമുണ്ട്. എവിടെയാണോ ഭാര്യയോ ഭർത്താവോ ക്ഷമയോടെ കാത്തിരിക്കുന്നോ അവിടെ തീർച്ചയായിട്ടും ആ അടുത്തയാളെ ദൈവം വിശദീകരിച്ചിരിക്കും. അവരെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് നടന്ന ആരും വരികയല്ല. ഇന്നത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റയാളോട് ഉപദേശമാണ്. ഉപദേശിച്ച് ആരെ നന്നാക്കാൻ പറ്റില്ല. പത്രോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഉപദേശിക്കരുത്, നിങ്ങൾ ജസ്റ്റ് ജീവിക്ക്, വചനം കൂടാതെ അവരെ കൊണ്ടുവരാൻ നോക്ക്. live an example before them. അങ്ങേയറ്റം ക്ഷമയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും അവരുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് ജീവിക്കാം. 15ഉം 16ഉം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ 7ാം അധ്യായത്തിൽ അവശേഷിക്കുന്നുണ്ട്. അത് നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. അത് പക്ഷെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. എങ്കിലും ഞാൻ 2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഡിസ്കഷൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. 15ാം വാക്യം പറയാണ്, അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ആട്രിബ്യൂട്ടഡ് വിശുദ്ധി, അതായത് അത് ശുദ്ധിയുള്ളവർ, ഒരു ക്ലെൻസിങ് എഫക്ട്, അത് സഭ അവരെ വിശുദ്ധരായി പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടെൻഡേറ്റീവ്ലി അവർ നാളെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, ബട്ട് അവരെ ചുറ്റിലുള്ള ആളുകളായിട്ട് പരിഗണിക്കുന്നു. 15ാം വാക്യം പറയാണ്, അവിശ്വാസിയായ ഭർത്താവ് പറയാണ്, നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ പിരിയുവാണ്. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. അവർ ബഹളം വെക്കണ്ട, ഓക്കെ ലെറ്റ് ഹിം ഗോ. പക്ഷെ വേറെ കെട്ടരുത് കേട്ടോ. വേറെ കല്യാണം ഒരിക്കലും ഇല്ല. അവിശ്വാസി വേറെ പിരിയുന്നെങ്കിൽ പിരിയട്ടെ, നിങ്ങളായിട്ട് പിരിഞ്ഞു പോരുത്. കാരണം അവനെ രക്ഷിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചേക്കുക. ഒരു കാരണവശാലും നിങ്ങൾ പിരിഞ്ഞു പോരുത്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും വാക്യം. അവിശ്വാസി പറയാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബന്ധനസ്ഥനായിരിക്കുന്നില്ല, ബദ്ധരായിരിക്കുന്നില്ല. ദേ ആർ നോട്ട് ബൗണ്ട്. അപ്പൊ അവര് പോവുകയാണെങ്കിൽ അയ്യോ പോകല്ലേ എന്ന് പറയണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ബന്ധനമില്ല. Let them go. എന്നാൽ സമാധാനം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വിടാനല്ല നോക്കേണ്ടത്, എത്രയും സമാധാനത്തോടെ അവരുടെ ഇടയിൽ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ബട്ട് ഈവൻ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മൾ എത്ര വിശുദ്ധീകരണത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു വ്യാഖ്യാനവും കൂടെ എന്നോട് ചേർത്ത് പറയാം. ഞാൻ എൻ്റെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് അതോറിറ്റേറ്റീവ് അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. അവിശ്വാസി പിരിയുന്നുവെങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ആയിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പിരിഞ്ഞു പോകാനല്ല. അപ്പൊ പിരിയുന്നത് പ്രോത്സാഹിപ്പിക്കരുത്. ഭർത്താവ് പോകുന്ന പ്രോത്സാഹിപ്പിക്കരുത്, ഭാര്യ പോകുന്ന പ്രോത്സാഹിപ്പിക്കരുത്. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ദുഷ്ടന്മാരോട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇൻ സ്പൈറ്റ് ഓഫ് എവറി എഫർട്ട്, നിങ്ങൾ എല്ലാ എഫേർട്ടും എടുത്തിട്ടും ഭർത്താവ് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, പോയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ വേറെ കല്യാണം ഒന്നും കഴിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു കുറ്റം. 16ാം വാക്യം പറയാണ്, നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് ഓടിയാൽ, നിങ്ങൾ അങ്ങനെ ഭർത്താവിനെ പറഞ്ഞു വിടാൻ ശ്രമിച്ചാൽ, അല്ലെ ഭാര്യയെ പറഞ്ഞു വിടാൻ ശ്രമിച്ചാൽ, സ്ത്രീയെ നിന്റെ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന്
നിനക്ക് എങ്ങനെ അറിയാം? നിനക്കറിയാമോ ഇത് വല്ലതും സംഭവിക്കാൻ പോകുന്നത് നാളെ എന്നറിയാമോ? നാളെ നിങ്ങളിലൂടെയാണ് അവനെ രക്ഷിക്കുന്നത് എന്ന് ദൈവം വിചാരിച്ചാലോ? നിങ്ങൾ ഇന്നേ അവരെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അവരെ രക്ഷിക്കാൻ കർത്താവ് നിങ്ങളെ തന്നെ ഉപയോഗിക്കാനാണ് ആഗ്രഹിച്ചിരുന്നെങ്കിലോ? അതുകൊണ്ട് രക്ഷിക്കപ്പെടുമോ ഇല്ലയോ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം? ഇത് നമ്മുടെ സഭകളിൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഒത്തിരി ആളുകളെ ഇങ്ങനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അവിശ്വാസികളായ ഭാര്യമാര്, വിശ്വാസികളായ ഭർത്താക്കന്മാർ, അതുപോലെ തിരിച്ചു. വളരെ ഭയങ്കര സ്ട്രഗിളാണ് വീട്ടിനകത്ത്. പക്ഷെ പൗലോസ് പറയാണ്, അവിടെ സമാധാനം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ പറ്റുന്നത്. അവിടെ സമാധാനം ഉണ്ടാക്കുമ്പോഴാണ്, അത് ഉപദേശിച്ച് സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. ദൈവ ഭയത്തോടെ ജീവിച്ച് അവിടെ സമാധാനം ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ആ ദൈവികമായ ആ സുവിശേഷം വചനം കൂടാതെ, വാക്കുകൾ കൂടാതെ മറ്റുള്ളവരെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാൻ ഇടയാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും വിവാഹ ജീവിതത്തെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വൺസ് മാരീഡ് ഫോർ എവർ. ഡൈവോഴ്സ് ഇല്ല. ഇനി അഥവാ വേർപിരിഞ്ഞാലും വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. വ്യഭിചാരം നിമിത്തമല്ലാതെ വേർപിരിയാനും പാടില്ല. വേർപിരിഞ്ഞാൽ അത് അല്ലാതെ വേർപിരിഞ്ഞാൽ അത് വ്യഭിചാരമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നാൽ ജീവൻ അപകടമാണ്. അതുകൊണ്ട് വേറിട്ട് താമസിക്കേണ്ടി വന്നാൽ ഓർത്തോണം, വിവാഹം കഴിക്കാൻ പാടില്ല. പറ്റുവാണെങ്കിൽ ആ ആളുമായിട്ട് തന്നെ രമ്യപ്പെടാനേ പറ്റുള്ളൂ. വേറൊരു വഴിയുമില്ല. ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുമ്പോഴും പറയുന്നു, ഈ മൊറാലിറ്റി സമൂഹത്തിന്റെ മൊറാലിറ്റിയുടെ താഴെ പോകാതിരിക്കാനുള്ള പത്രോസിന്റെ പരിശ്രമമാണ്. ഇവിടെ എല്ലാം പാല് കുടിക്കുന്ന വിശ്വാസികളോടാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത്. പരിജ്ഞാനത്തിന്റെ തലത്തിലല്ല. പരിജ്ഞാനത്തിന്റെ തലത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചോ അതേ പൊസിഷനിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കേണ്ടതാണ്. ഇതെല്ലാം പെർമിഷൻസ് ആണ്. പെർമിഷൻസ് ാണ്, അല്ലാതെ ഇതല്ല ദൈവത്തിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഷ്ടം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് വേറൊരാൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് തന്നെയാണ്. പരിജ്ഞാനത്തിന്റെ തലം എന്ന് പറയുന്നത് മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഭർത്താവ് ഭാര്യയെ കൊല്ലുവാണെങ്കിൽ ഭാര്യ പറയണം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയാന്നുള്ളതാണ് കറക്റ്റ് പരിജ്ഞാനത്തിന്റെ തലം. പക്ഷെ ഇവിടെ പറയുകയാണ്, അത്രയും ബലമില്ലാത്തവര്, പാല് കുടിക്കുന്ന തലത്തിലുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എക്സ്ക്യൂസുകൾ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൊരിന്ത് ലേഖനത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് വിസ്ഡം ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ജ്ഞാനത്തെ കുറിച്ചല്ല അത് പറയുന്നത്. ഇതെല്ലാം ഒരു ലോവർ ലെവലിൽ നമ്മൾ മൊറാലിറ്റി കൈവിട്ട് പോകാതിരിക്കുന്ന ലിമിറ്റ്സ് ആണ് പൗലോസ് ഇവിടെ വെക്കുന്നത്. സന്മാർഗത്തിന് താഴെ ജീവിക്കാതിരിക്കാൻ. അപ്പോ ഇത് തന്നെ വളരെ കട്ടിയാണ്. പക്ഷെ പരിജ്ഞാനത്തിന്റെ വചനം ഇതിനേക്കാൾ കട്ടിയാണ്. കാരണം അത് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ ദീർഘമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.